ഹലോ. അങ്ങനെ ഞങ്ങൾക്കായി അടുത്ത വീട്ടിലെ പറമ്പിൽ കായ്ച്ചിരുന്ന ചക്ക കായ്ച്ച് പോകുന്നതിൻ്റെ അന്ന് തന്നെ ഞാനത് വെട്ടിപ്പെറുക്കി. ആ ചക്ക നേരത്തെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ പക്ഷേ ആദ്യമായിട്ടുള്ളതുണ്ട്. അരക്ക് തൊട്ട് പിച്ചാത്തി മുതൽ മടൽ വരെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ അതിൻ്റെ ചക്കച്ചുള കേട്ടോ. ഇത് പാകത്തിന് വിളവല്ല, എന്നാലും നമുക്ക് കഴിക്കാൻ നല്ല വിളവ് കിട്ടി, കഴിച്ചിട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടി. ഈ സമയത്ത് ഒരു ചക്കയൊക്കെ വിളഞ്ഞ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും ഞങ്ങളുടെ അയൽപക്കത്തെ പ്ലാവ് ഞങ്ങളെ ചതിച്ചില്ല. നോക്കിയേ, ഇന്ന് കിട്ടിയതാണിത്. പൊങ്ങ് കണ്ടോ, ഇഷ്ടം പോലെ പൊങ്ങ് ഈ വർഷം കഴിച്ചു. വേണ്ട പൊങ്ങിനെ കണ്ടോ, പൊങ്ങും കഴിച്ചു. അതും ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണേ. കരിക്ക് കണ്ടോ, കരിക്കും അതും പിടിച്ചിട്ട് പോകണം, ഉരുണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് അടുത്തതാണ് കപ്പ. ഇതും ഇന്ന് കഴിപ്പ് കഴിഞ്ഞു. ഇവൾക്കെന്താ നാട്ടിൽ ചെന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്നായിരിക്കും ചിന്തയല്ലേ? ശരിക്കും അതെ. ഇവിടെ വന്നിട്ട് കഴിക്കാത്ത യാതൊന്നും ഈ വർഷം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. എല്ലാം കഴിച്ചു. എല്ലാം കഴിച്ചിട്ട് ഞങ്ങളിവിടുന്ന് യാത്ര പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് പിന്നീട് കാണാമേ. ഒരു ചക്കച്ചുളയൊക്കെ എടുത്ത് ഒന്ന് കഴിക്കാനായിട്ട് പോവുക. പഴമൊന്നും കിട്ടിയില്ല, പക്ഷെങ്കിൽ അത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, അതിൻ്റെ ചക്കക്കുരുവും എല്ലാം ഉണ്ട്. ഓക്കേ, ബായ്.